ഏത് നാട്ടിൽ പോയി നമ്മൾ ജീവിച്ചാലും നമുക്ക് നമ്മളെ നാടിൻ്റെതായ കുറേ കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മുംബൈയിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നാട്ടിലത്തെ. അത് നാട്ടിലെ തനതായ രുചികളും പിന്നെ അതുപോലെ തന്നെ നാടിൻ്റെ ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ പരമാവധി ഇവിടുത്തെ ജീവിതത്തിൽ കൊണ്ടുവരാനും ശ്രമിക്കാറുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് ശരിക്കും നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന തനി നാടൻ ഫുഡാണ് കേട്ടോ. അധികവും നമ്മൾ അത് തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതൊക്കെ വിട്ടുകളയാതെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുപോലുള്ള അതിലത്തെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ വൻപയറാണ് കേട്ടോ. വൻപയർ എന്ന് പറയും, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മമ്പയർ എന്നൊക്കെ പറയേ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളിത് കഴുകിയിട്ട് വേവിക്കാൻ വെക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ടേസ്റ്റുമാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു കഷ്ണം മത്തനും ചേനയാണ് ഞാൻ ഇതിൽ മിക്സ് ആക്കാൻ വേണ്ടി പോകുന്നത് വെജിറ്റബിൾസ് ആയിട്ട്. അപ്പോൾ പയർ വേവുന്ന സമയത്ത് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിന് താളിക്കാനുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചേർത്തിട്ട് കറി ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇതാ പയർ വെന്ത് ഉടഞ്ഞ സമയത്ത് ഞാനിതിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. മത്തനും ചേനയും കറിവേപ്പിലയും പച്ചമുളകും എന്നിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം പയർ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോഴാണ് ഞാൻ ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ച് കുറുക്കി എടുക്കാൻ പോവുകയാണേ. അത് കുറുകി വന്നതിന് ശേഷം ഇതാ താളിച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, കറിവേപ്പില, കടുകാണ് കേട്ടോ താളിച്ചെടുത്തത്. അതുപോലെ തന്നെ ഇതിൽ വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ താളിക്കുന്നതിൽ. പക്ഷേ ഓൾറെഡി ഞാൻ പച്ചമുളകും മുളക് പൊടിയും ഇട്ടത് കൊണ്ട് എരിവുണ്ട് ആവശ്യത്തിന്, അതുകൊണ്ട് ഞാൻ വീണ്ടും വറ്റൽമുളക് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല കുറുകി നല്ല അടിപൊളി കറിയാണേ. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, പുറംമോടി നോക്കിയിട്ട് കണ്ടിട്ട് നമുക്ക് തോന്നുന്ന ഇമ്പ്രഷനെക്കാട്ടും ചിലപ്പോൾ അതിനെക്കൊണ്ട് നല്ല യൂസ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു കറി. പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ, അതും ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ മീൻ ഫ്രൈക്ക്. നല്ല ചൂട് പാലക്കാടൻ മട്ടയുടെ ചോറാണ്. അതിൻ്റെ കൂടെ ഇതാ നല്ല ചൂടായിട്ടുള്ള മീൻ പൊരിച്ചതും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങ അച്ചാറും ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തനി നാടൻ മമ്പയറും മത്തനൊക്കെ കറി വെച്ചതാണ്. ഈ ഒരു ടൈപ്പിൽ ആരെങ്കിലും കറി വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മുംബൈ ലൈഫും ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകരുത് കേട്ടോ. ഇതാ നമ്മുടെ കറി ഇതാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഊണെന്ന് പറയുന്നത്.